നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓൾറെഡി ഈ ഓർഡർ ബ്ലോക്കിൽ ONGCയിൽ ഒരു ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ വന്ന് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ആ ഓർഡർ എടുക്കുന്നുള്ളൂ. ഇന്നലെ തന്നെ നമ്മളുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകളിലെല്ലാം ഓർഡർ ബ്ലോക്കുകൾ കണ്ടുവച്ചിരുന്നു. അതായത് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇത് BPCL എന്ന് സ്റ്റാർട്ട് ചെയ്തു, ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തു, റിവേഴ്സ് ചെയ്തു. ഇത് ഹിറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴും നമ്മൾ വെച്ച അലർട്ട് അവിടെ ഹിറ്റായിട്ടില്ല, അതിന് തൊട്ടടുത്ത് വന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. NTPCയും അതുപോലെ തന്നെ ഓപ്പൺ ചെയ്തത് തന്നെ നമ്മുടെ ഓർഡർ ബ്ലോക്കിനുള്ളിലാണ്, അത് പുറത്തേക്ക് റിജക്റ്റ് ആയിട്ടുണ്ട്. സ്റ്റിൽ അത് ഡൗൺ ട്രെൻഡ് കാണിക്കുകയാണ്. ഇനി അദാനി എൻ്റർടൈൻമെൻറ്റ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചാർട്ടിൽ ഓൾറെഡി അടയാളപ്പെടുത്തി വെച്ചേക്കുന്നതാണ്. അതും ഗ്യാപ്പ് അപ്പ് വെച്ചു, അതിനുശേഷം ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോകാനായിട്ടുള്ള മൂവ്മെൻറ്റിലാണ്. അദാനി പോർട്ട് ഓൾറെഡി ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്ത് താഴത്തേക്ക് തന്നെ പോവുകയാണ്. ബജാജ് ഓട്ടോ ഓൾറെഡി വന്നു, സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ ഓർഡർ ബ്ലോക്കിന് തൊട്ടടുത്ത് ഹിറ്റ് ചെയ്തു, അതിനുശേഷം ഇത് താഴത്തേക്ക് മൂവ് ചെയ്യുകയാണ്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും ഏകദേശം 1:2 അതൊക്കെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഭാരതി എയർടെല്ലിൽ നിങ്ങൾക്കിവിടെ കാണാം, നമ്മളിവിടെ അലർട്ടൊന്നും വെച്ചിരുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഇത് ട്രെൻഡ് റിവേഴ്സലിൻ്റെ ഒരു സിഗ്നൽ തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ഇന്നൊന്നും ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നില്ല. അത് നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് താഴത്തേക്കാണ് സെല്ല് ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമായിരുന്നു. പിന്നെയുള്ളത് സിപ്ല ഓൾറെഡി ഇവിടെ വന്നിട്ട് അത് ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തു, നല്ല രീതിയിൽ മുകളിലേക്ക് തന്നെ മൂവ് ചെയ്തു, അതിന് ശേഷമാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ആ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാകും. HDFC ലൈഫ് നമ്മളിട്ട ഓർഡർ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് പോകാം. ONGC നമ്മുടെ എൻട്രി ഹിറ്റായി, അതിനുശേഷം അത് ഡൗൺഫോൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നു എന്ന് നമുക്ക് കരുതാം. അത് നമുക്ക് കിട്ടിയേക്കുന്നത് ആ ക്യാൻഡലിൻ്റെ ഹൈ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 239.75 നമ്മൾ ഓർഡർ വെച്ചിരുന്നത് 239.70 ഏകദേശം അവിടെ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതും കൂടെ നമുക്കിപ്പോൾ തന്നെ ചെയ്തേക്കാം. 239.75 നമ്മൾ 70 എൻട്രി എടുത്തേക്കുന്നത്. നമുക്ക് എൻട്രി കിട്ടിയേക്കുന്നത് അതെ 239.70 എൻട്രി കിട്ടി. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 0.5% ആണ്, 240.90. നമുക്ക് ആ സ്റ്റോപ്പ് ലോസ് ഓർഡറും കൂടെ ഇവിടെ സെറ്റ് ചെയ്യാം. 240.90 സെല്ല് ആണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറയുമ്പോൾ ബൈ ഓർഡറാണ്. ഓക്കെ, അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ 60 എണ്ണമാണ് സെല്ല് ചെയ്തേക്കുന്നത്. 60 ക്വാണ്ടിറ്റിയാണ് നമുക്ക് തിരിച്ച് ബൈ ചെയ്യേണ്ടത്. ഓർഡർ ഇടുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ അബദ്ധം വരുത്തിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ. ബൈ 60 ക്വാണ്ടിറ്റി. ഓക്കെ, ആ ഓർഡർ പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് നെക്സ്റ്റ് ടാർഗറ്റ് വരെ, നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് വരെ 1:3 ആണ്. നമുക്ക് ആ 1:3 തന്നെ ടാർഗറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം. അതിനുശേഷം വേണമെങ്കിൽ വേണ്ട ചേഞ്ചുകൾ അവിടെ നമുക്ക് വരുത്താവുന്നതാണ്. നമ്മുടെ കാൽക്കുലേറ്ററിലേക്ക് ജസ്റ്റ് പോവുകയാണ്. എക്സലിൽ ഒരു കാൽക്കുലേറ്റർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. 239.70 നമ്മൾ എൻട്രി എടുത്തത്. 239.70 നമ്മുടെ എൻട്രി സെൽ ഓർഡറാണ്. ദാറ്റ് സ്റ്റോപ്പ് ലോസ് 239.25 ആണ്.
240 90 ഓക്കെ. ഇനി 1:1 വരുന്നതും 1:2 നമുക്കൊന്ന് അടയാളപ്പെടുത്താം. 238 50-ലും 237 30-ലുമാണ്. 238 50. വൺ ഇസ്റ്റ് വണ്ണ് അത് ഓൾറെഡി ഹിറ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ 1:1 നമ്മൾ അടയാളപ്പെടുത്തി. ഇനി 1:2 കൂടെ നമുക്കൊന്ന് അടയാളപ്പെടുത്താം. 237 30. 237 30. ഓക്കെ. വളരെ വേഗം ഹിറ്റ് ചെയ്യുമായിരിക്കും, ഇല്ല ഹിറ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. 1:3 നമുക്ക് ടാർഗറ്റും കൂടെ വെച്ച് കൊടുക്കാം. 236 10. 236 10-ൽ 1:3 ഉണ്ട്. സെല്ലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ബൈ ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ ലിമിറ്റ് ബൈ ആണ് നമുക്ക് ചെയ്യേണ്ടത്. ക്വാണ്ടിറ്റി 60 എണ്ണമാണ്. ബൈ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി നമുക്കിവിടെ മറ്റൊന്നും ചെയ്യാനില്ല. 1:2 ടച്ച് ചെയ്താൽ വേണമെങ്കിൽ ട്രയൽ ചെയ്യാം, അതല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഇന്നിപ്പോൾ ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്കുകൾ മൂവ് ചെയ്യുന്നതിന് ഘടകവിരുദ്ധമായി ഗ്യാപ്പ് അപ്പ് വെച്ചിട്ട് അപ്സൈഡ് ട്രെൻഡാണ് അവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഇവിടെ നമുക്ക് ഇതൊരു ഓർഡർ ബ്ലോക്ക് പ്രീവിയസ് ഏതോ ദിവസത്തിൽ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ്. അതിൻ്റെ വാലിഡിറ്റി ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ പ്രസൻറ്റ് ഓർഡർ ബ്ലോക്ക് ഇന്നലെ ക്രിയേറ്റ് ചെയ്തത് ഇവിടെ ഉണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി വയ്ക്കാം. ഏകദേശം ഈ ഒരു ഏരിയ അവിടെ ഓർഡർ ബ്ലോക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഏരിയ എന്ന് പറയുമ്പോൾ പോലും അതിനൊന്ന് ക്ലിയറായിട്ട് അടയാളപ്പെടുത്താനാണെങ്കിൽ ഇവിടം വരെ. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചു. നമ്മൾ കണ്ടെത്തുന്നതിനകത്ത് മിസ്റ്റേക്കുകളൊക്കെ തുടക്ക സമയം ആയതുകൊണ്ട് വരുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഈ ഒരു ഫുൾ ക്യാൻഡിലാണ് അവിടെ ഓർഡർ ബ്ലോക്കായി മാറിയിരിക്കുന്നത്. ഓക്കെ. അവിടെ ഒന്ന് ഹിറ്റ് ചെയ്തു ഡൗൺ സൈഡ് പോവുകയാണ്. നമ്മളുടെ സ്റ്റോക്ക് 1:2 ടാർഗറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം നമുക്കൊന്ന് പോസ് ചെയ്യാം. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് 1:2 ഒക്കെ ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെ മാർക്കറ്റ് നമ്മളുടെ 1:2 വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നമ്മൾ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് തൽക്കാലം 1:1 വെക്കുവാണ്. 1:1 കുറച്ച് ഡേഞ്ചറസ് ആയി തോന്നുന്നതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും കയറ്റി വെക്കുന്നില്ല. കുറച്ചും കൂടെ പിന്നിലേക്ക് ഇറക്കി ബ്രേക്ക് ഈവനിലേക്ക് നമ്മൾ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ. ഇന്നത്തെ ദിവസം നമുക്കിനി ലോസ് ഇല്ല. സോ 1:3 ടാർഗറ്റ് നമ്മുടെ ഇവിടെ ഉണ്ട്. മാർക്കറ്റ് അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ഹിറ്റ് ചെയ്താൽ നമുക്ക് വളരെയധികം സന്തോഷം. കാരണം 1:3 നമ്മൾ എടുത്ത കാലം മറന്നു എന്ന് പറയാവുന്ന അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളുടെ ജേണൽ നോക്കിക്കഴിഞ്ഞാൽ 1:3 നമ്മൾ എടുത്തേക്കുന്നത് ലാസ്റ്റ് ടൈം അത് 13 നവംബറിലാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ 1:3 എന്ന് പറയുന്നൊരു പൊസിഷൻ പിടിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ അത് കിട്ടാനുള്ളൊരു സാധ്യത 236.10 പ്രൈസ് എത്തിയാൽ നമുക്കത് കിട്ടും. ഒപ്പം തന്നെ നമ്മളിവിടെ വോളിയം അനലൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്യാൻഡലിലെ വോളിയം വന്നിട്ട് 314K ആയിരുന്നു. സെക്കൻഡ് ക്യാൻഡിൽ അത് കുറഞ്ഞു. ഒപ്പം തന്നെ മാർക്കറ്റ് ഡൗൺഫോളും സ്റ്റാർട്ട് ചെയ്തു. തേർഡ് ക്യാൻഡിൽ വന്നപ്പോൾ മാർക്കറ്റ് താഴത്തേക്ക് പുഷ് ചെയ്യുകയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിൽ ഫസ്റ്റ് ക്യാൻഡിൽ ഉണ്ടായിരുന്ന വോളിയത്തിനെ കവർ ചെയ്തുകൊണ്ട് 336K വോളിയം തേർഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഇതൊരു ഓർഡർ ബ്ലോക്കായി മാറിയിരിക്കുന്നു. അതായത് നമ്മുടെ സെക്കൻഡ് ക്യാൻഡിൽ ഒരു ഓർഡർ ബ്ലോക്ക് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കരുതാം. ഇത് തിരികെ വന്ന് ഇവിടെ ഹിറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് പോരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇനി അതങ്ങനെയല്ല, തിരിച്ചങ്ങ് പോവുകയാണെങ്കിലും നമുക്ക് 1:2 ഇന്ന് കിട്ടിയില്ല എന്നേ ഉള്ളൂ. നമ്മൾ ബ്രേക്ക് ഈവനിൽ എക്സിറ്റ് ചെയ്യുന്നുണ്ടാകും. ലോസ് നമുക്കിന്ന് ഇല്ല. ഓക്കെ. നമുക്കെന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് തിരികെ ആ ഏരിയ ഒന്ന് ടെസ്റ്റ് ചെയ്തു. അതിന് ശേഷം വീണ്ടും താഴത്തേക്ക് തന്നെ പോരുകയാണ്. 1:2 അടുത്ത് തന്നെ നിൽക്കുകയാണ്. നമ്മുടെ സ്റ്റോക്ക് എന്തായാലും ഓൾറെഡി 1:2 അടുത്താണ് നിൽക്കുന്നത്. ഇവിടെ പ്രോഫിറ്റ് കാണിക്കുന്നത് 129 സോ ദാറ്റ് അത് 1:2 തൊട്ടടുത്തുണ്ട്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ BPCL
ഇന്നലത്തെ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഹിറ്റ് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്തു എന്ന് കരുതിയാൽ 0.5% സ്റ്റോപ്പ് ലോസും വെച്ചാൽ നെക്സ്റ്റ് ടാർഗറ്റിലേക്ക് അത് മൂവ് ചെയ്യുവാണ്. ഓൾറെഡി അത് 1:2 കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ടാർഗറ്റ് അത് ഹിറ്റ് ചെയ്താൽ എത്ര കിട്ടാം? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1:3 എബോ 3.5 എബോ അവിടെ കിട്ടാം. അപ്പോൾ അത് നമ്മൾ അടയാളപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വന്ന് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമുക്കിത് പിന്നീട് നോക്കാം. അതുപോലെ തന്നെ എൻ ഡി പി സിയിൽ നോക്കിക്കഴിഞ്ഞാലും അത് ഓപ്പൺ ചെയ്തത് ഓർഡർ ബ്ലോക്കിനുള്ളിലാണ്. അതിനുശേഷം നല്ലൊരു ഡൗൺഫോൾ തന്നു. നമ്മൾ ആ ഓർഡർ ബ്ലോക്കിന് താഴ്ത്തുന്ന ഓർഡർ എടുത്തു കഴിഞ്ഞാൽ 0.5% സ്റ്റോപ്പ് ലോസും വെച്ചാൽ ടാർഗറ്റ് അത് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1:2.5 അത് ഓൾറെഡി തന്നു. ഇനി നമ്മുടെ സ്റ്റോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് 1:2 താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ 1:3 ടാർഗറ്റ് ചെയ്തേക്കുന്നത്. 1:2 താഴെ അത് ഓൾറെഡി നിൽക്കുകയാണ്. അപ്പോൾ ഇതും നമുക്ക് അതേപോലെ തന്നെ ഒരു ടാർഗറ്റ് തരുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. ഇനി അദാനി എൻ്റർടൈൻമെൻറ്റും കൂടെ നമുക്ക് നോക്കാം. അദാനി എൻ്റർടൈൻമെൻറ്റ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് മൂവ് ചെയ്യുവാണ്. സോ അതിൽ നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കാം? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ താഴത്തേക്ക് എൻട്രി എടുക്കുന്നു. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ 0.5% വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇന്നത്തെ ദിവസം ഇനി അത് ഹിറ്റ് ചെയ്യാൻ വരും എന്ന് നമുക്ക് തോന്നുന്നില്ല. ഇനി 1:2 ഇവിടെ വരെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ലോ വരെ നോക്കുകയാണെങ്കിൽ 1:2.5 ഉണ്ട്. ഇത് പക്ഷേ അതല്ല, ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് ഇവിടെ വരെ വരാം, 1:5 വരെ വരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതൊന്ന് ചെക്ക് ചെയ്തോളൂ ഈ ദിവസം എന്താണ് സംഭവിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവിടം വരെ എടുത്തു കഴിഞ്ഞാൽ നല്ല റിസ്ക് റിവാർഡ് തന്നെയാണ് അവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ സ്റ്റോക്ക് ഇപ്പോൾ നല്ല രീതിയിൽ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്കൊന്ന് നോക്കാം. അതിനകത്ത് വേണമെങ്കിൽ നമുക്കൊരു ട്രയലിംഗ് ഇപ്പോൾ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ് 1:1. എന്തായാലും ഈ ക്യാൻഡിൽ ക്ലോസ് ആവട്ടെ, അതിനുശേഷം നമുക്കത് നോക്കാം. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ ഓൾറെഡി ബ്രേക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇന്നത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡേ ലോ വരുന്നത് 236.85 ഡേ ലോ ഒന്ന് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഫോൾ കിട്ടുമായിരിക്കാം. നമ്മുടെ ടാർഗറ്റ് അവിടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ സമയത്ത് അദാനി പോർട്ടും കൂടെ ഒന്ന് നോക്കി വയ്ക്കാം. അദാനി പോർട്ടും സ്റ്റാർട്ട് ചെയ്തത് ഓർഡർ ബ്ലോക്കിനുള്ളിൽ നിന്നാണ്. അത് താഴത്തേക്ക് ഫോളോ ചെയ്തു, വീണ്ടും ഒരു റീടെസ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് തന്നു. അതിന് ശേഷമാണ് അത് ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇവിടെ നിന്ന് എൻട്രി എടുത്തിരുന്നെങ്കിൽ അദാനി പോർട്ടിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒരു 0.5% വെച്ചാൽ പ്രീവിയസ് ഡേ ലോയിലേക്ക് തന്നെ നമുക്ക് 1:2 എബോ എബോ ഉണ്ട്. ഇനി നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് വരുന്നത് അതിലും താഴെയാണ്. അങ്ങോട്ടേക്കാണെങ്കിൽ 1:4 അവിടെ കിട്ടേണ്ടതാണ്. അത് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഈ വീഡിയോ ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ തന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളുക. ഓക്കെ, ഈ ഡേ വീഡിയോ കണ്ടതിന് ശേഷം ഈ ദിവസത്തെ ഒന്ന് ചെക്ക് ചെയ്തോളുക. അപ്പോൾ അതിലും സിമ്പിളി നമുക്ക് 1:2 കിട്ടേണ്ടതാണ്. അതിപ്പോൾ തന്നെ ഹിറ്റും ചെയ്യും. ഇനി ബജാജ് ഓട്ടോയും ഓപ്പൺ ചെയ്തിട്ട് ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് റിവേഴ്സ് ആയിരിക്കുന്നത്. സോ ദാറ്റ് അവിടെ നമ്മൾ എൻട്രി എടുത്താൽ എത്ര നമുക്ക് കിട്ടുമായിരുന്നു ഒന്ന് നോക്കാം. ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്താൽ 0.5% സ്റ്റോപ്പ് ലോസും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റായിട്ട് ഓൾറെഡി 2.44 അത് തന്നു കഴിഞ്ഞു. അപ്പോൾ അത് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കും ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ 0.2 എടുത്താൽ ഒരു തെറ്റുമില്ല. ഇനി ഭാരതി എയർടെല്ലിൽ നമ്മൾ ഈ ഓർഡർ ബ്ലോക്ക് മനസ്സിൽ കണ്ട് എൻട്രി എടുത്തിരുന്നെങ്കിൽ അത് നമുക്ക് ഓൾറെഡി സ്റ്റോപ്പ് ലോസ് തന്നു. അത് റിവേഴ്സായി പോകുന്നതാണ് നമ്മളിവിടെ കണ്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. ഇനി സിപ്ലയിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ നല്ല രീതിയിൽ ബുള്ളിഷായിട്ട് അങ്ങ് പോയി. തിരികെ വരുമ്പോൾ മാത്രമേ നമുക്കതിനകത്ത് എൻട്രി എടുക്കാൻ പറ്റുള്ളായിരുന്നു. ഇവിടെ ഓർഡർ ഇട്ടാണ് നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അപ്പോൾ അത് സ്റ്റോപ്പ് ലോസ് ഒന്നും തന്നെ നമുക്ക് വേണമെങ്കിൽ കരുതാവുന്നതാണ്. കാരണം നമ്മൾ ചെയ്യുന്ന രീതിക്ക് അത് സ്റ്റോപ്പ് ലോസേ തരത്തുള്ളൂ. സോ ദാറ്റ് 2 സ്റ്റോക്ക് ഇപ്പോൾ നമ്മൾ നോക്കിയതിനകത്ത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാത്തിലും നമുക്ക് 1:2 ടാർഗറ്റാണ് ഹിറ്റ് ചെയ്തേക്കുന്നത്.
ഇത് ഓൾറെഡി സൈഡ് വേസിലുള്ള മാർക്കറ്റാണ്. സോ ദാറ്റ് നമ്മൾ സൈഡ് വേസാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ എന്തായാലും ഇന്ന് എൻട്രി എടുക്കത്തില്ലായിരുന്നു. എന്നിരുന്നാൽ പോലും ഈ ഓർഡർ ബ്ലോക്കിനെ കട്ട് ചെയ്ത് താഴത്തേക്ക് വരുന്ന സമയത്ത് എൻട്രി എടുത്താൽ എന്ത് സംഭവിക്കും നോക്കിയാൽ ഇവിടെ നമുക്ക് 0.5% സ്റ്റോപ്പ് ലോസ് വെച്ചാൽ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് 1:2 ഇല്ല. അപ്പോൾ ഓർഡർ ബ്ലോക്കിൻ്റെ എൻഡിലേക്ക് വെച്ചാൽ 1:2 അവിടെ ഓൾറെഡി അത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നമ്മൾ ഇന്ന് നോക്കിയതിൽ 2 ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റോക്കുകളും നമുക്ക് ടാർഗറ്റ് തന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. SBI ലൈഫും കൂടെ 10 നമുക്ക് ഉള്ളത്. SBI ലൈഫ് ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്തില്ല. സോ ദാറ്റ് നമുക്ക് എൻട്രി അവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് നമ്മൾ എൻട്രി എടുത്തായിട്ട് കൂട്ടുന്നില്ല. പോയിട്ട് 9 നമ്മളിരുന്ന് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്നത് 2 ലോസും 7 ടാർഗറ്റുമാണ്. അപ്പോൾ നമ്മുടെ വിൻ റേഷ്യോ വളരെ വളരെ വലുതായി. ഏകദേശം 70%-ഓളം അല്ല 60%-ന് മുകളിൽ നമുക്ക് വിൻ റേഷ്യോ അവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് അത് താഴത്തേക്കുള്ള ഫോള് ഒന്ന് ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. സോ ദാറ്റ് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്തതിന് ശേഷമോ 1:1 നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യേണ്ടി വരും. ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിഞ്ഞു പോയാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തു ഡൗൺ ട്രെൻഡ് പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ടാർഗറ്റ് ഈ ഓർഡർ ബ്ലോക്ക് വരെ ഇൻഡെക്സ് വന്ന് ഹിറ്റ് ചെയ്യാം. സോ ദാറ്റ് നമ്മുടെ സ്റ്റോക്ക് താഴത്തേക്ക് പോരുന്നില്ല എങ്കിൽ നമുക്ക് 1:1 ട്രയൽ ചെയ്യണം. ലോസ് എന്തായാലും നമ്മൾ കൊടുക്കുന്നില്ല. എന്തായാലും നമുക്ക് കുറച്ച് നേരം ഹോൾഡ് ചെയ്യാം. നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1:1 നമ്മൾ ട്രയൽ ചെയ്തു. കാരണം ഈ ക്യാൻഡലിൻ്റെ ഹൈക്ക് മുകളിൽ നമ്മൾ ട്രയൽ ചെയ്തേക്കുവാണ്. മാർക്കറ്റ് തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട്. സോ ദാറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെങ്കിൽ നമുക്ക് ഇന്ന് അത്യാവശ്യം കിട്ടാവുന്ന പ്രോഫിറ്റ് കിട്ടണം. നാളത്തേക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കാനുള്ളതെങ്കിലും ഇന്നിവിടെ നമുക്ക് കിട്ടണം. അതിനുവേണ്ടി അത് നമ്മൾ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ഇടപെടുന്നില്ല. ഇനി മാർക്കറ്റ് either നമ്മുടെ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് തോന്നുന്നൊരു ലോജിക്ക് പറയുവാണെങ്കിൽ ഈ ക്യാൻഡിൽ അതായത് പ്രീവിയസ് ക്യാൻഡിൽ വന്നിട്ടൊരു ട്രാപ്പിംഗ് ക്യാൻഡിലായി മാറിയിട്ടുണ്ടാവാം. കാരണം കഴിഞ്ഞ റെഡ് ക്യാൻഡിൽ വന്ന വോളിയത്തേക്കാൾ കൂടുതൽ പ്രീവിയസ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻഡിലും നല്ല ബുള്ളിഷ് എന്ന രീതിയിൽ പെരുമാറുവാണ്. സോ ദാറ്റ് ബൈ ഓർഡർ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇതിനകത്ത് ട്രാപ്പിംഗ് ഒരുപക്ഷെ നടക്കുകയായിരിക്കാം. ഈ പറയുന്നതെല്ലാം അതുപോലെ തന്നെ സംഭവിച്ചോളണം എന്ന് നിർബന്ധമൊന്നുമില്ല, സാധ്യത പറഞ്ഞെന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ക്യാൻഡിൽ രണ്ടിലും കൂടെ മാക്സിമം ബയേഴ്സ് ട്രാപ്പാകും. അതിനുശേഷം പിന്നീട് മാർക്കറ്റ് കണ്ടിന്യൂസ് ഡൗൺഫോൾ തരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അത് മിക്കവാറും ഇപ്പോൾ ഹിറ്റാവാനുള്ള സാധ്യത വളരെ കൂടുതൽ നമ്മൾ കാണുന്നുണ്ട്. ഇന്നിപ്പോൾ മാർക്കറ്റ് ടോട്ടൽ മൂവ് ചെയ്തേക്കുന്നത്, നമ്മുടെ സ്റ്റോക്ക് ടോട്ടൽ മൂവ് ചെയ്തേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇതാ 1:2 വരെ മാർക്കറ്റ് ഡൗൺ സൈഡ് മൂവ് ചെയ്തിട്ടുള്ളൂ. ആക്ച്വലി ഈ സ്റ്റോക്കിന് മിനിമം ഒരു 2% എങ്കിലും മൂവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ 2% താഴത്തേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം നമ്മുടെ 1:3 ടാർഗറ്റ് അല്ല 1:4 ഹിറ്റ് ചെയ്യാനായിട്ടുള്ള മൂവ് ഇത് തരേണ്ടതാണ്. അത് സംഭവിക്കുകയോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്നിരുന്നാലും നമ്മളിങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ 2% എന്ന് പറയുമ്പോൾ ഇവിടെ വരെ വരുന്നതാണ്. അതായത് ഏകദേശം 1:4 റിസ്ക് റിവാർഡ് അത് തരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിൻ്റെ ലോയും കൂടിയാണത്. സോ മാർക്കറ്റ് അവിടെ വരെ പോയേക്കാം. അതിനു മുമ്പേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒരുപക്ഷെ ഇവിടെ എടുത്തിട്ടായിരിക്കാം പോകുന്നതും. അപ്പോൾ ഇതിൻ്റെ ഹൈ വെച്ചേക്കുന്നത് ഈ ക്യാൻഡലിൻ്റെ 238.50 അപ്പോൾ 238.50 ഹ്യൂജ് ഓർഡർ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. അതവിടെ എടുത്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ഡൗൺഫോൾ അടുത്ത ക്യാൻഡിലോടുകൂടെ കണ്ടിന്യൂ ചെയ്തേക്കാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമോ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമോ നമുക്ക് നോക്കാം. ഇൻഡെക്സ് ഇപ്പോൾ നല്ല രീതിയിൽ മുകളിലേക്ക് മൂവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ സ്റ്റോക്കും അങ്ങോട്ടേക്കൊരു മൂവ് നടത്തുന്നു. എനിവേ അത് ഫേക്ക് മൂവ് ആണെങ്കിൽ നമുക്ക് നല്ലത്.
നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അങ്ങനെ ആ ക്യാൻഡിൽ ഏകദേശം ക്ലോസ് ചെയ്യുകയാണ്. അത് റെഡായിട്ട് അത്യാവശ്യം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്കൊരു കാര്യം ഇവിടെ കാണാം. മുകളിലേക്ക് വന്നപ്പോഴൊക്കെ നല്ല രീതിയിൽ സെല്ലേഴ്സ് ഇടപെട്ടിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് അടുത്ത ക്യാൻഡിൽ തൊട്ട് അങ്ങോട്ട് റെഡ് കണ്ടിന്യൂ ചെയ്താൽ നമ്മുടെ ടാർഗറ്റിലേക്ക് നമ്മൾ വലിയ സമയമില്ലാതെ ഒരു പക്ഷേ എത്തിയേക്കാം. എന്നിരുന്നാലും നമ്മുടെ ഇൻഡെക്സ് എന്ത് ചെയ്യുന്നു എന്നതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇൻഡെക്സ് ഡേ ലോ ബ്രേക്ക് ചെയ്താൽ അറ്റ് ദ സെയിം ടൈം നമ്മുടെ സ്റ്റോക്കും ഡേ ലോ ബ്രേക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അധിക ദൂരമില്ല നമ്മുടെ 1:3 ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അവിടെ വലിയൊരു ഡൗൺഫോൾ കിട്ടി. എന്നാൽ അത് വലിയ വോളിയമൊന്നുമല്ല, വളരെ കുറഞ്ഞ വോളിയത്തിൽ തന്നെ പ്രൈസ് നല്ല രീതിയിൽ താഴത്തേക്ക് മൂവ് ചെയ്യുന്നതാണ് കാണുന്നത്. മേ ബി ഇൻഡെക്സും അതേപോലെ വലിയൊരു മൂവ് കൊടുത്തിട്ടുണ്ട്. ഇൻഡെക്സ് ഡേ ലോ ബ്രേക്ക് ചെയ്താൽ പിന്നെ നെക്സ്റ്റ് സപ്പോർട്ടുള്ളത് ഈ ഏരിയയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്റ്റോക്ക് അധികം വൈകാതെ നമുക്ക് ടാർഗറ്റ് തന്നേക്കാം. ഡേ ലോ ബ്രേക്ക് ചെയ്താൽ നല്ലൊരു വോളിയം താഴത്തേക്ക് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 1:4 ഈ സ്റ്റോക്ക് മൂവ് ചെയ്തേക്കാം. 1:4 എവിടെ വരും, നമുക്ക് ജസ്റ്റ് അതും കൂടെ ഒന്ന് നോക്കി വെക്കാം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. 1:2 ട്രയൽ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ 1:4 ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യട്ടെ, അതിനനുസരിച്ച് നമുക്ക് തീരുമാനമെടുക്കാം. എന്തായാലും കുറച്ച് നേരത്തേക്ക് കൂടെ വെയിറ്റ് ചെയ്യാം. ഡേ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടാർഗറ്റിലേക്ക് അധിക ദൂരമില്ല. സോ ദാറ്റ് നമ്മളിവിടെ ട്രയൽ ചെയ്യുവാണെങ്കിൽ അത് വളരെ വേഗത്തിൽ ചെയ്യേണ്ടതുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇൻഡെക്സും ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ രണ്ടും ഏകദേശം ഒരേ സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ക്യാൻഡിൽ നല്ല വോളിയം വന്നു. നമ്മൾ പറഞ്ഞു ഡേ ലോ ബ്രേക്ക് ചെയ്താൽ നല്ല വോളിയം വരാനുള്ള സാധ്യതയുണ്ട്, അത് വന്നിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് അത് താഴത്തേക്ക് കണ്ടിന്യൂ ചെയ്തേക്കാം. നമ്മൾ എന്തായാലും 1:1 എബോയിലേക്ക് നമ്മൾ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യുകയാണ്. 1:2 നമുക്ക് എന്തായാലും ഇപ്പോൾ വയ്ക്കാൻ പറ്റത്തില്ല. 1:1 എബോയിലേക്ക് നമ്മൾ മോഡിഫൈ ചെയ്യുന്നു. അത് പക്ഷേ തിരിച്ചു വന്ന് എടുക്കുമോ എന്നൊരു ഡൗട്ട് നമുക്കുണ്ട്. എനിവേ അതങ്ങ് ക്യാൻസൽ ചെയ്യുവാണ്. നേരത്തെ വെച്ചെടുത്ത് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ആ ക്യാൻഡിൽ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഡേ ലോയിൽ പോയി അത് ഹിറ്റ് ചെയ്തു. അപ്പോൾ ലോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും 85, 36.85. ഡേ ലോയും 36.85 തന്നെയാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് പോയിട്ടില്ല. സോ ദാറ്റ് നമ്മൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കും. ഇതും അത് തന്നെയാണ് സംഭവിച്ചേക്കുന്നത്. ഡേ ലോയിൽ ഹിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. എനിവേ നമുക്ക് വോളിയം അവിടെ നല്ലതുപോലെ വന്നു. അതുകൊണ്ട് ഇനി ആരും അവിടെ പോയിട്ട് ബൈ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ ഈ ലോജിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം ഇതിന് പിന്നിൽ നടക്കുന്ന കഥകൾ എന്തായിരിക്കാം എന്നതിനെപ്പറ്റി ഒരു ധാരണ നമുക്ക് കിട്ടുക എന്നതും കൂടെ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് പിന്നിലെ കഥകൾ ആ ലോജിക്കും കൂടെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് 1 മിനിറ്റിൽ ഡൗൺ സൈഡ് നല്ല ഫോള് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ ക്യാൻഡിൽ ഒരുപക്ഷെ റിവേഴ്സ് ആവാം. അതല്ലെങ്കിൽ വലിയ വോളിയം അവിടെ വരേണ്ടതുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ആ ക്യാൻഡിൽ ഒരുപക്ഷെ റിവേഴ്സ് ആകാം. അതങ്ങനെ ആകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടാർഗറ്റ് 1:1 നിൽക്കുവാണ്. ഇപ്പോൾ 1:2 നമ്മൾ ട്രയൽ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ എക്സിറ്റ് ആയേനെ. ഓക്കെ, എന്തായാലും നമുക്ക് 1:1 ഒരു പക്ഷേ കിട്ടാനുള്ള സാധ്യത ചിലപ്പോൾ ഇന്നതായിരിക്കാം. എന്നിപ്പോൾ നമ്മൾ ഇതിനു മുന്നേ ചെക്ക് ചെയ്തത് 9 ട്രേഡ് നമ്മൾ മൊത്തം എടുക്കുമായിരുന്നെങ്കിൽ അതിൽ നമുക്ക് 7 ട്രേഡും ടാർഗറ്റ് ഹിറ്റ് ചെയ്യും, 2 ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്.
അതിൽ നിന്നൊരു കാര്യം വ്യക്തമായി, നമുക്ക് 77% അല്ലെങ്കിൽ 75% മുകളിൽ വിൻ റേഷ്യോ കിട്ടി. അപ്പോൾ ഈ റിവേഴ്സൽ ട്രേഡുകളുടെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, റിവേഴ്സൽ ട്രേഡുകളുടെ വിന്നിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു സ്ഥാപനം നടത്തിയ പഠനത്തിൽ അവർക്ക് കാണാൻ കഴിഞ്ഞത് റിവേഴ്സൽ ട്രേഡുകൾക്ക് 72% സക്സസ് റേഷ്യോ ഉണ്ടെന്നാണ്. അറ്റ് ദ സെയിം ടൈം ട്രെൻഡ് ട്രേഡുകൾ ആണെങ്കിൽ ആ ട്രെൻഡിൻ്റെ സൈഡിലേക്ക് തന്നെയാണ് ഒരാൾ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന് 53-54% സക്സസ് റേഷ്യോയേ ഉള്ളൂ. അപ്പോൾ റിവേഴ്സൽ ട്രേഡുകൾക്കാണ് സക്സസ് റേഷ്യോ കുറച്ച് കൂടുതലുള്ളത്. ഓക്കെ, അങ്ങനെ ആ ഒരു ക്യാൻഡിലും ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ടാർഗറ്റ് 1:3 അപ്പോൾ 1:4 നമുക്ക് ഒരു മൂവ് പ്രതീക്ഷിക്കാനുള്ള അവസ്ഥ നിലവിൽ കാണുന്നില്ല. എന്നിരുന്നാൽ പോലും 1:2 ട്രയൽ ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ ടാർഗറ്റ് 1:4 കൂട്ടാം എന്ന പ്രതീക്ഷയിലാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. നമുക്കതിപ്പോൾ മിക്കവാറും കിട്ടും. അങ്ങനെയാണെങ്കിൽ അതൊന്ന് കണ്ടേക്കാം. ആ ഏരിയയിലെത്തിയപ്പോൾ അത്യാവശ്യം വോളിയം കയറുന്നതായിട്ടാണ് കാണുന്നത്. അത് സെല്ലേഴ്സ് ആണെങ്കിൽ മാർക്കറ്റ് ഫോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇൻഡെക്സ് ഈ സമയത്ത് എന്താണ് ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. ഇൻഡെക്സ് ഡേ ഹൈയുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഇൻഡെക്സ് ഡേ ഹൈയിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് സൈഡ് വേസ് ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം ഇന്നത്തെ മധ്യഭാഗത്തിന് താഴത്താണ് നമ്മുടെ സ്റ്റോക്ക് നിലവിലുള്ളത്. സോ ദാറ്റ് നമ്മൾ കുറച്ചും കൂടെ സേഫ് സൈഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഡൗൺഫോൾ തരുവാണ് എന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ ക്യാൻഡിലും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ എന്താണ്ട് ഈ ഒരു ഏരിയയിൽ നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് മേ ബി നമുക്ക് 1:2 എബോയോ കിട്ടിയേക്കാം. എനിവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് പേരൊക്കെ ഓർഡർ ബ്ലോക്കുകൾ എങ്ങനെ കണ്ടെത്താം എന്ന ചോദ്യം വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രീവിയസ് ഡേയിലെ ഓർഡർ ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് ഇന്ന് ട്രേഡ് ചെയ്യാം. ഇനി പ്രീവിയസ് ഡേ ചെറിയ മാർക്കറ്റ് ആയിരുന്നുവെങ്കിൽ ഓർഡർ ബ്ലോക്ക് ഒന്നും കണ്ടെത്തണം നിർബന്ധമില്ല. അങ്ങനെയുള്ളപ്പോൾ സെയിം സ്റ്റോക്കിൽ നമുക്ക് റണ്ണിങ് മാർക്കറ്റിൽ ഓർഡർ ബ്ലോക്ക് കണ്ടെത്താമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റെഡ് ക്യാൻഡിൽ ഇന്നത്തെ ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്നതാണ്. കാരണം നെക്സ്റ്റ് ക്യാൻഡിൽ നല്ലൊരു ഡൗൺഫോൾ തന്നിരുന്നു. ഇവിടെ നമ്മൾ 1:1 എക്സിറ്റായി പോയിട്ടുണ്ട്. സോ ദാറ്റ് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ടാർഗറ്റ് ഓർഡർ എക്സിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്. ഇപ്പോൾ 1:1 നമ്മൾ എക്സിറ്റ് എടുത്തു. 1:2 നമുക്കിവിടെ പലതവണ എടുക്കാൻ അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു നഷ്ടം, ഒരു റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് ഹയർ പ്രോഫിറ്റിന് വേണ്ടി ഇല്ല കൂടുതൽ ലാഭത്തിന് വേണ്ടി ടാർഗറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ 1:3 നമ്മളിന്ന് ടാർഗറ്റ് ചെയ്തു. അതിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് ഈ ഒരു പോർഷൻ നമ്മൾ വേണ്ടാന്ന് വെച്ചത്. ഓക്കെ, അത് വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് ഹൈ പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് നെക്സ്റ്റ് 200 ദിവസമല്ല, ടോട്ടൽ 200 ദിവസം എത്തുമ്പോഴേക്കും നമുക്ക് എത്തിക്കേണ്ടത്. ആ പേടിയും കൂടെ ഒന്ന് മാറ്റിയെടുക്കണം. അതിനുള്ളൊരു പരിശ്രമമാണ് നമ്മളിന്ന് നടത്തിക്കൊണ്ടിരുന്നത്. എനിവേ, നമ്മുടെ ഇന്നത്തെ പ്രോഫിറ്റ് വരുന്നത് 66 അത് 1 പോർഷൻ പ്രോഫിറ്റാണ്. അത് നമുക്കൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഈ വീഡിയോ നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇന്നും നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിരിക്കുവാണ്. അപ്പോൾ ഈ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി നമ്മൾ എടുത്തിട്ട് ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ 7ഉം 2ഉം 9 ദിവസം നമ്മൾ ട്രേഡ് ചെയ്തു. അതിൽ 2 ദിവസം ലോസും ബാക്കി എല്ലാ ദിവസവും പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ 0.05% പ്രോഫിറ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതെന്തോ കുഴപ്പമുണ്ട്, പിന്നീട് കറക്റ്റ് ചെയ്യാം. എനിവേ, ഇവിടെ 1:1 ആണ് നമുക്ക് അച്ചീവ് ചെയ്തേക്കുന്നത്. മാർക്കറ്റ് ഓൾറെഡി പോയേക്കുന്ന 1:2 പോയിട്ടുണ്ട്. അതിന് 3 or 4 പോയി കഴിഞ്ഞാൽ നമ്മൾ ഈവനിങ്ങിലേക്ക് അതും കൂടെ അടയാളപ്പെടുത്തി വയ്ക്കും.
അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മളുടെ നിലവാരം വരുന്നത്. അതായത് 136 ട്രേഡുകൾ നമ്മൾ മൊത്തം എടുത്തിട്ടുണ്ട്. അതിൽ 79 ട്രേഡുകൾ ലോസും 57 ട്രേഡുകൾ പ്രോഫിറ്റിലുമാണുള്ളത്. സോ ദാറ്റ് ഏകദേശം 42% വിന്നിംഗ് റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് 1:2 വെച്ച് നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. 40% കിട്ടിയാൽ മതി. അത് നമുക്ക് സ്റ്റിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് മാറിയതിന് ശേഷം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിന്നിംഗ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഏകദേശം 80% അടുത്തേക്ക് അത് വരുന്നുണ്ട്. സോ ദാറ്റ് ഈ ഒരു സ്ട്രാറ്റജി ഇതേ നിലവാരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരൊറ്റ സ്ട്രാറ്റജി മതിയാകും നമുക്ക് ജീവിതകാലം മുഴുവൻ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കാനെന്ന് തോന്നുന്നു. മേ ബി നമുക്കിവിടെ ഒരു 200 ദിവസം നെറ്റ് ട്രേഡ് ചെയ്യുന്നത് വരെ ഈ പരീക്ഷണങ്ങൾ ഇതേ രീതിയിൽ തുടരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ നമ്മൾ പവർ ഓഫ് കോമ്പൗണ്ടിങ് ഉപയോഗിക്കുന്നുണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ കൂടുതൽ ക്യാപിറ്റൽ നമ്മൾ ഇറക്കുന്നതും എല്ലാം അതിന് ശേഷമായിരിക്കും. ഓക്കെ, അതുവരെ ഈ സ്മോൾ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഏതൊരാൾക്കും നിസ്സാരമായിട്ട് ചെയ്തു പോകാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കത്തേ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം. ഒപ്പം തന്നെ ഈ വലിയ വലിയ ടാർഗറ്റുകൾക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ക്ഷമ ഇവിടെ ബിൽഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതെല്ലാം ചെയ്തതിൽ നമ്മൾ ഓക്കെ ആയി എന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടുമ്പോൾ മാത്രമേ 200 ദിവസം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വലിയ രീതിയിലേക്ക് ട്രേഡിനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.